മിസ്റ്റർ MRC. യെസ്. ഐ ആം ക്രിസ്റ്റഫർ ലൂക്ക്. തട്ടിയോ? ഇല്ല, തട്ടുന്നതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയണമായിരുന്നു. കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു ഉറപ്പിച്ചതല്ലേ? അതെ, പക്ഷെ ചെറിയൊരു മാറ്റം. കുട്ടിയെ ജീവനോടെയോ ശവമായിട്ടോ നിങ്ങളുടെ കയ്യിൽ കിട്ടണമെങ്കിൽ എനിക്ക് 50 ലക്ഷം രൂപ തരണം. താൻ കളി പറയാണോ? കളി പറയേണ്ട നേരത്തെ ഞാൻ കളി പറയൂ. ഇത് കച്ചവടമല്ലേ? എടാ ലൂക്കേ, നീ ഇവിടുന്ന് പോയപ്പോ പറഞ്ഞല്ലോടാ ഇപ്പൊ പറയുന്നത്. താഴേക്ക് 40 വട്ടം വാക്ക് മാറ്റാടാ. കൂടുതൽ സംസാരിക്കണമെന്നില്ല. 1 കോടി രൂപയുടെ സ്വത്ത് കിട്ടുന്ന കാര്യമല്ലേ? അതിൽ പകുതിയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. എന്നാ നീ അവളെ കൊല്ലടാ. MRC അളിയോ, മത്തായി നല്ലപ്പോഴല്ല ആടിനെ കറക്കുന്നത്. ഞാനൊരു നാറിയാണെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. മുദ്രപത്രവും വാങ്ങി വെച്ചിട്ടാ ഞാൻ സംസാരിക്കുന്നത്. അവളുടെ സകല സ്വത്തുക്കളും ഞാൻ എന്റെ പേരിൽ എഴുതി വാങ്ങിക്കും. താൻ മൊട്ടയടിച്ച് വല്ല ബസ് സ്റ്റോപ്പിന്റെ മുന്നിൽ പോയിരിക്കെ പിച്ച തണ്ടി ജീവിക്കാം. എടാ പന്നി, ഞാൻ നിന്റെ പെങ്ങളെ കൊല്ലും. എങ്കിൽ പിന്നെ സൗകര്യമായി. ശേഷം കാലം സെൻട്രൽ ജയിലിലെ ശാപ്പാടും അടിച്ച് ചൊറിയും കുത്തിയിരിക്കാം. അളിയോ, തനിക്ക് ഈ ലൂക്കിനെ ശരിക്കറിയില്ല. ഹലോ ഹലോ, എന്താ? എങ്ങോട്ടാ? ചെറ്റ്, നിന്നെയും കൊല്ലും നിന്റെ മറ്റവനെയും കൊല്ലും. അതിനു മുമ്പ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് നിനക്ക് നല്ലത്. എക്സ്ക്യൂസ് മീ അഡ്വക്കേറ്റ്സ്. യെസ്, നമ്പ്യാരൻ നമ്പ്യാർ. അതെ അതെ. ഹലോ, ഇരിക്കൂ. ഇരിക്കാനൊന്നും ടൈമില്ല. എനിക്കൊരു പെൺകുട്ടി കുറെ സ്വത്തുക്കൾ എഴുതി തരാമെന്ന് പറഞ്ഞു. അതിന്റെ ഒരു പേപ്പർ ശരിയാക്കാനാ. ഇതിൽ അവളെ കൊണ്ട് ഒപ്പിടിക്കണം. ഇടിവിക്കാം. പെൺകുട്ടി എവിടെ? പെൺകുട്ടി കാറിലുണ്ട്, വിളിക്കാം. ആദ്യം നിങ്ങൾ പേപ്പർ ശരിയാക്കണം. ആദ്യം ഞങ്ങൾ പെൺകുട്ടി ഒന്ന് കാണട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. കമാൺ ക്യൂക്ക്. താങ്ക് യു. കോട്ട് പിന്നെ തരാട്ടോ. കർത്താവേ, എന്റെ കാറ്. പെൺകുട്ടി എവിടെ? പെൺകുട്ടി ആ കാറിലുണ്ടായിരുന്നു. അങ്ങനെ കാർ എവിടെ? ആ MRC എങ്ങാനും കൊണ്ടുപോയി കാണും. ഏത് MRC? അറിഞ്ഞൂടാ, നമ്മുടെ MRC. ഇനിയിപ്പോ നമ്മൾ നോക്കി എന്നിട്ട് കാര്യമില്ല. അതിനിപ്പോ എങ്ങനെ അങ്ങോട്ട് പോവുക? വാ, ഞങ്ങളുടെ വണ്ടിയോട് കയറിക്കോ. ചാടി കയറി, ചാടി കയറി. Come on, get in, fast. ആ കാറാ കൊണ്ടുപോയ അറിയാം, come on. 365 എന്റെ പുറകെ വരണ്ട. ബൈപ്പാസിലൂടെ കേസി ഓവർ. നീല ജീപ്പന്റെ പുറകെ വരണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ബൈപ്പാസിലൂടെ കേസ് ചെയ്യൂ. ആരാ ഇവൻ? ഓവർ ഓവർ. ഫയർ ദ ബ്ലാക്ക് കാർ. അയ്യോ ചെട്ടിയാര്, എന്തുപറ്റി? ഞങ്ങളിപ്പോ വാദിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കേസിൽ എതിർഭാഗം വക്കീലിന്റെ ആൾക്കാരാ ഉപദ്രവിക്കുന്നുള്ളത് ഉറപ്പാ. ഇവരെ ശരിപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനും പെൺകുട്ടിയെ വീണ്ടെടുക്കാനും പറ്റൂ. Don't worry, I'll deal it out. പിടിക്കടാ அந்த ஃப்ராட் ராமேந்திரനെ. ராம தூக்கறா. മാറിക്കടാ, ഞാൻ കവനാ വേണ്ടത്. കാലയ്ക്ക് കൈയോട്. Come, let's go. ഓക്കെ. പിടിച്ചൊതുക്കടാ. അയ്യോ, ഇവന്മാരാണോ? ഇനി ഒന്നും നോക്കാനില്ല ലൂക്കെ, അടിച്ച് നിരപ്പാക്കി വിട്ടരുത്. ഏറ്റു.
അയ്യോ പെണ്ണിനെ പോയി. അവന്മാരെന്നെ പറ്റിച്ചു. ആ ഇവന്മാരാണ് എല്ലാരെയും പറ്റിക്കണത്. വേഗം ചവിട്ടി വിടണ. ഇതിന് ഇത്ര സ്പീഡേ ഉള്ളൂ. ഒരു കർത്താവേ, ആ പെണ്ണിനെ കൊണ്ട് അവന്മാർ രക്ഷപ്പെടും. ആ പെണ്ണിനെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? എന്റെ കാർ എവിടെ? MRC പെണ്ണിനെ കൊണ്ട് കറുത്ത കാറിൽ പോകുന്ന കണ്ടു. ഞങ്ങൾ കാർ തടഞ്ഞു, രണ്ടും കൽപ്പിച്ച് പൊരുതി പെണ്ണിനെ ഞങ്ങൾ വീണ്ടെടുത്തു. ഓഹോ, അപ്പൊ അവനും ഇറങ്ങിയിട്ടുണ്ട്. ആ വക്കീലന്മാര് അവന്മാർ MRCയുടെ ആളുകളാണോ? അയ്യോ, അവന്മാര് ഭയങ്കരന്മാര്, പ്രൊഫഷണൽ കിഡ്നാപ്പേഴ്സ്, സിറ്റി ടൈഗേഴ്സ്. സിറ്റി ടൈഗേഴ്സ്. ഒരുത്തനും എനിക്ക് പ്രശ്നമല്ല. വണ്ടി വേഗം വിടോ. ഓട്ടം പ്രാക്ടീസ് ചെയ്യാണോ? ഞാൻ എന്റെ മകളെ അന്വേഷിച്ചിട്ട്. ഞങ്ങളും നിങ്ങളുടെ മകളെ അന്വേഷിച്ചിറങ്ങിയത്. ഞങ്ങളെ കണ്ടപ്പോ നിങ്ങൾ എന്തിനാ ഓടിയത്? ഓടിയത് ഞാൻ എന്റെ മകളെ, ഞാൻ മൂത്രമൊഴിക്കാൻ ഓടിയത്. മൂത്രത്തെക്കാൾ വലുതല്ലേ മകൾ? നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരൂ, നമുക്ക് അന്വേഷിക്കാം. ഈ കിഡ്നി ട്രബിൾ ഉണ്ട്. കിഡ്നി 2 ഉണ്ടല്ലോ, മോൾ 1 ഉള്ളൂ. ഞങ്ങളുടെ കൂടെ വരൂ, നമുക്ക് അന്വേഷിക്കാം. എന്റെ മകളെ കിട്ടിയാ എന്നെ തന്നെ ഏൽപ്പിക്കണേ. പിന്നെ വേറെ ആരെ ഏൽപ്പിക്കാൻ? കമോൺ, എന്റെ കുഞ്ഞുകൂടെ തമ്പുരാൻ. കമോൺ, കമോൺ. കിഡ്നി അല്ല MRC. കമോൺ, കമോൺ, കമോൺ.
ഹലോ എന്തേ കാറോടെ വാ ഇനി കയറിക്കോ. വണ്ടി വേഗം വിട്ടോ. എന്തായി കാണിക്കണേ? അങ്ങോട്ട് പോയില്ല. അയ്യോ പോയി, അയ്യോ പോയി, എന്റെ മുന്നോട്ട് പോയി. പോയി, എന്റെ കുഞ്ഞോട്ട് പോയി. ഇത് ഞാൻ എത്ര ജീവിച്ചിരിക്കുന്നത്? പോച്ചടാ, എല്ലാമേ പോച്ചു. നമ്മൾ അനുഭവിക്കണം, നമ്മൾ അനുഭവിച്ചേ എന്ത് പറഞ്ഞാ സമാധാനിക്കുന്നത്? അപ്പോഴേ പ്രവചനം ഫലിച്ചു. കറുത്ത കാറ് ജലം, ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു. ഇപ്പൊ തമ്പുരാൻ പറയുന്നു. You are under arrest. കറക്റ്റ് സമയത്ത് വല വീശിയില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കാറ്റ് പോയനെ ആശാനെ. വലക്ക് ഇത്ര ഭാരം തോന്നിയപ്പോ ഞാൻ കരുതി വല്ല സ്രാവോ മറ്റോ ആയിരിക്കുമെന്ന്. നിങ്ങളെ പേരെന്താ? റഫീഖ്. പറ്റിയ നാട്ടിലേക്കൊക്കെ ഒന്ന് വരും കേട്ടോ. Sure, I'll try. കുഞ്ഞൂട്ടൻ, നമ്മുടെ കുഞ്ഞൂട്ടൻ. രാമേന്ദ്ര അച്ഛൻ.
കുഞ്ഞുകുട്ടൻ പറഞ്ഞു അച്ഛാ കപ്പല് വന്നിട്ടുള്ള സ്ഥലമാണതേ. താങ്ക് യു റഫീഖ്. ഓക്കെ സീ യു. ബൈ ബൈ. ബൈ ബൈ. 30 വയസ്സായിട്ടും ഞാൻ മരിച്ചില്ല അച്ഛാ. ഇപ്പൊ എന്താടോ പണിക്കണേ? എന്തായി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാൻ മോനെ. വേണമെങ്കിലും കൂടെ തിരിച്ചു വരാനോ? തിരിച്ചു വരണ്ട, മതിയായച്ച, എനിക്കൊക്കെ മതിയായി. നമുക്ക് നമ്മുടെ വീടും നാടും തന്നെ നല്ലത്. മിടുക്കൻ. എന്റെ മോനാ കുഞ്ഞുകുട്ടൻ. അങ്ങോട്ട് മാറോ. എങ്ങോട്ടാ വെള്ളത്തിൽ പോവും. വലയിൽ കുടുങ്ങി നിങ്ങൾ രക്ഷപ്പെട്ട വിവരം വയർലെസ് മെസ്സേജ് മുഖേന ഞാൻ അറിഞ്ഞു. ഇന്റർനാഷണൽ ക്രിമിനൽസിനെ പിടിക്കാൻ സഹായിച്ച നിങ്ങൾ എല്ലാവരോടും ഡിപ്പാർട്ട്മെന്റിനും എനിക്കും നന്ദിയുണ്ട്. വർഷങ്ങളായി ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഈ മെഡലുകൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എടുത്തണിയാൻ സർവഥാ ഞാൻ യോഗ്യരാണ്. മകനെ തിരിച്ചു കിട്ടിയല്ലോ. Come on, get them. Silence. Come on. All fall in a line. Come on. Hurry up. പിഞ്ചു പെൺകുട്ടിയെ ക്രൂരമായി കൊല്ലാൻ ശ്രമിച്ച MRC, പ്രൊഫഷണൽ കില്ലർ ലൂക്ക്, കിഡ്നാപ്പറും കുറ്റവാളിയുമായ റാംബോ ചാക്കോച്ചൻ, കള്ളനോട്ടടിക്കാരനും അന്തർദേശീയ ചാരനുമായ ചെട്ടിയാർ, ഇവരെ എല്ലാം അകത്താക്കിയതിന് നിങ്ങൾ മൂലം എനിക്ക് നാഷണൽ അവാർഡ് വരെ ലഭിക്കാൻ ചാൻസ് ഉണ്ട്. താങ്ക് യു വെരി മച്ച്. Put them into the van and to the jail. പോയിട്ട് വരട്ടെ. താങ്ക് യു വെരി മച്ച്. എന്നാ പിന്നെ വൈകിക്കണ്ട, നമുക്ക് പോവാൻ മോനെ. നമുക്ക് പോവാൻ രാമേന്ദ്ര. അച്ഛൻ ഞാൻ നിർബന്ധിച്ചത് കൊണ്ടാ രാമേന്ദ്രൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. രൂപ മുഴുവൻ കള്ളന്മാര് കൊണ്ടുപോയി. നിന്നെ തിരിച്ചു കിട്ടിയില്ലോ, ബാക്കി ഒന്നും എനിക്ക് അറിയണ്ട. വാ രാമേന്ദ്ര. അല്ലെങ്കിൽ വേണ്ട, രാമേന്ദ്രൻ തൽക്കാലം വരണ്ട. ഈ കുട്ടിക്ക് തുണയ്ക്ക് ആരുമില്ലല്ലോ. പോവാ. വരട്ടെ. നമസ്കാരം കേട്ടാ. നടക്ക് 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 നടക്ക്.